കഴിഞ്ഞ ദിവസം നിങ്ങൾ ഇന്റർനെറ്റിൽ കണ്ട ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഒരു വീഡിയോ ഏതായിരിക്കും? ഞാൻ കണ്ട വീഡിയോ ഞാൻ പറയാം. ദൃശ്യം 3യുടെ ഒഫീഷ്യൽ പാക്കപ്പ് വീഡിയോ ആണ്. ആ പാക്കപ്പ് വീഡിയോയിൽ ലാസ്റ്റ് ഷോട്ട് കഴിഞ്ഞ് ലാലേട്ടൻ നടന്ന് സംവിധായകനായ ജീത്തു ജോസഫിൻ്റെ അരികിലേക്ക് വരികയാണ്. ജീത്തു ജോസഫ് സ്പോട്ട് എഡിറ്ററിൻ്റെ മോണിറ്ററിൽ നോക്കിയിട്ട് ഷോട്ട് നോക്കിയിട്ട് എഴുന്നേറ്റ് നോക്കിയിട്ട് കഴിഞ്ഞു എന്ന് പറയുന്നു. ഈ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ലാലേട്ടൻ്റെ മുഖത്തൊരു എക്സ്പ്രഷൻ ഉണ്ട്. ഇത് കഴിഞ്ഞോ എന്ന് പറഞ്ഞ് രണ്ട് കൈയും കവിളി പിടിച്ച് വളരെ ഞെട്ടലോടെ ഒരു കൊച്ചുകുട്ടി ആ ഒരു കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു ആ സന്തോഷത്തിൽ ലാലേട്ടൻ്റെ ഒരു എക്സ്പ്രഷനുണ്ട്. ആ എക്സ്പ്രഷൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ തൂക്കിയിരിക്കുകയാണ്. വൈറലായി മാറുകയാണ് ആ എക്സ്പ്രഷൻ ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്നും. ദൃശ്യം 3 ഈസ് ഒഫീഷ്യലി പാക്ഡ് അപ്പ്. ദൃശ്യം 3 കഴിഞ്ഞു കേട്ടോ. ദൃശ്യം 3 അങ്ങനെ നാളുകൾക്ക് നീണ്ട ഷൂട്ടിങ്ങിന് ശേഷം ദൃശ്യം 3 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാത്തിരിക്കുകയാണ് എന്താണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്നതിനെ സംബന്ധിച്ച്. വരുണിനെ കിട്ടുമോ? വരുണിൻ്റെ ഡെഡ് ബോഡി കിട്ടുമോ? മുരളി ഗോപിനെയൊക്കെ നമുക്ക് കാണാം. മാത്രമല്ല വളരെ വലിയൊരു റൂമർ കറങ്ങി നടക്കുന്നുണ്ട്. ഒരു വമ്പൻ താരം ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ആ വമ്പൻ താരം മറ്റാരുമല്ല, ബിജു മേനോൻ ഇസ് പാർട്ട് ഓഫ് ദൃശ്യം 3 എന്ന് പറഞ്ഞുകൊണ്ടുള്ള റൂമറുകൾ കറങ്ങി നടക്കുന്നുണ്ട്. ഇതുവരെ അതിന് ഒഫീഷ്യലായിട്ടുള്ള കാര്യമോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. പക്ഷേ റൂമർ പങ്കുവെക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഇസ് ബിജു മേനോൻ പാർട്ട് ഓഫ് ദൃശ്യം 3? അങ്ങനെയാണെങ്കിൽ പൊളിക്കും. അങ്ങനെയൊക്കെ വന്നാൽ പൊളിക്കും. ഇപ്പോൾ ബിജു മേനോൻ്റെ അവസാനത്തായിട്ടുള്ള പെർഫോമൻസ് ഞാൻ കണ്ടത് ശിവകാർത്തികേയൻ സിനിമയിലാണ്, മദ്രാസിയിലാണ്. AR മുരുകദോസിൻ്റെ സംവിധാനത്തിൽ ബിജു മേനോൻ വളരെ സെൻട്രിക് ആയിട്ടൊരു ക്യാരക്ടറാണ് ചെയ്തത്. അത് അദ്ദേഹം ഗംഭീരമായി പൊളിക്കുകയും ചെയ്തു. ഇതിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ തന്നെ എന്തായിരിക്കും കഥാപാത്രം, എന്തായിരിക്കും ബിജു മേനോൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഒഫീഷ്യൽ പാക്കപ്പ് വീഡിയോയിൽ ശാന്തി മായാദേവിയെ കാണാം, ജീത്തു ജോസഫിനെ കാണാം, ആന്റണി പെരുമ്പാവൂരിനെ കാണാം, മുരളി ഗോപിയെ കാണാം. പിന്നെ ഈ സിനിമയുടെ അണിയർ പ്രവർത്തകർ എല്ലാവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ടാണ് ഉള്ളത്. ലിൻഡ ജീത്തു ജോസഫിൻ്റെ ഭാര്യയും കാണാം. അങ്ങനെ എല്ലാവരെയും ഉള്ള ഒരു പാക്കപ്പ് വീഡിയോ ആണിത്. പക്ഷേ സാധാരണയായി ഒരു നടൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു സിനിമയുടെ പ്രോജക്റ്റ് കഴിയുമ്പോഴേക്കും, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷനിലും കൂടിയാണ്, ആ പ്രൊഡക്ഷനിൽ ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാം. ഇത്രയും അടുപ്പിച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിനിമ കുറച്ച് റെസ്റ്റ് എടുക്കാം ലാലേട്ട. പക്ഷെ ലാലേട്ടൻ അങ്ങനെയല്ല. ലാലേട്ടൻ നേരെ പറക്കുകയാണ്. പറന്ന് പോകുന്നത് എങ്ങോട്ടേക്കാണ്? രജനീകാന്തിൻ്റെ അടുത്തേക്ക്. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനെ കാണാൻ വേണ്ടി മാത്യു പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലാലേട്ടൻ ഇസ് ഗോണ ജോയിൻ ജയിലർ 2 സെറ്റുകളിലേക്ക് ലാലേട്ടൻ പോവുകയാണ് എന്നുള്ള വളരെ നിർണായകമായ ഒരു വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ട്രൂ ആണ് കേട്ടോ, അത് റൂമറല്ല, അത് ഉള്ളതാണ്. അതായത് ദൃശ്യം 3യുടെ ഷൂട്ട് കഴിഞ്ഞ പാടെ ലാലേട്ടൻ നേരെ പോകുന്നത് ജയിലർ 2ൻ്റെ സെറ്റിലേക്കാണ്. അവിടെ എത്തിക്കാണും ഷൂട്ട് തുടങ്ങിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ ഷൂട്ടും തുടങ്ങിയിട്ടുണ്ട്. രജനീകാന്ത് ലാലേട്ടൻ കോമ്പിനേഷൻ വീണ്ടും വരാൻ പോവുകയാണ്. നമുക്കറിയാം ജയിലർ സിനിമയിൽ ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷനിൽ അനിരുദ്ധ് പെടച്ച പെട, നെൽസൺ കൊടുത്ത ഡയലോഗ്സ്, എന്താ മോനെ എന്ന് ബേസ്ബോൾ ബാറ്റ് കൊണ്ട് തൻ്റെ വില്ലന് നേരെ അടിച്ചൊതുക്കിയിട്ട് പറയുന്ന ഡയലോഗുകളൊക്കെ എങ്ങനെയാണ് മലയാള സിനിമയിൽ ലാലേട്ടൻ ആ സമയത്ത് ഉപയോഗിക്കാത്തത്? അങ്ങനെ ആ സമയത്ത് പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കണം, ജയിലർ ഇറങ്ങിയ സമയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ തുടരുമിനെ പറ്റിയോ എമ്പുരാനെ പറ്റിയോ ഒന്നുമല്ല സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് 2023 ജയിലർ റിലീസായ സമയത്ത് ലാലേട്ടൻ്റെ സിനിമകൾ മലയാളത്തിൽ അത്ര വലിയ വിജയങ്ങൾ നേടാതിരുന്ന സമയത്ത് തമിഴിൽ നെൽസൺ ദിലീപ് കുമാർ അവിടെ കൊണ്ടുപോയിട്ട് എന്താ മോനെ എന്ന് പറയിപ്പിച്ച് ലാലേട്ടനെ എങ്ങനെ സിനിമാ സ്ക്രീനിൽ കാണണമെന്ന് നമ്മൾ മലയാളി പ്രേക്ഷകർ ഉൾപ്പെടെ ആഗ്രഹിക്കുന്നു. അങ്ങനെ കാണിച്ചു തന്ന തമിഴ് സംവിധായകനായ നെൽസൺ ദിലീപ് കുമാറിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അന്ന് എല്ലാവരും പറഞ്ഞിരുന്ന കാര്യം ഇങ്ങനെ ലാലേട്ടനെ പ്രസൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞു പോയ ഒരു സമയം കൂടിയായിരുന്നു അത്. ലാലേട്ടൻ വളരെ കുറച്ച് ജയിലറിലുള്ളൂ. ഒന്ന് ലാലേട്ടൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സീക്വൻസ് ഉണ്ട്. അതിനുശേഷം കണ്ടിന്യൂറ്റിയിൽ രജനീകാന്തിനെ കാണുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് ക്ലൈമാക്സിലാണ്. 3 ലോറി കൂടി ഇങ്ങനെ പറന്ന് മറിഞ്ഞ് ലാലേട്ടൻ്റെ ഒരു ബാക്ക് ഷോട്ടിൽ ഒരു ലോറി ഫ്രണ്ടിലും മറ്റ് 2 ലോറികൾ സൈഡിലേക്കും പറന്ന് വീഴുന്ന കാഴ്ച. എന്താ ഫ്രെയിം! അതിൻ്റെ കൂട്ടത്തിൽ അനിരുദ്ധിൻ്റെ മാത്യു എന്നുള്ള BGM കൂടെ വരുമ്പോഴേക്കും തിയേറ്റർ പൂരപ്പറമ്പായിരുന്നു. ഞാൻ ഫസ്റ്റ് ഷോ കണ്ടുകൊണ്ട് എനിക്കറിയാം എന്തായിരുന്നു തിയേറ്ററിൽ ആ ഒരു എക്സ്പ്ലോഷൻ എന്നത്. അങ്ങനെ കണ്ടിരുന്ന ആ ഒരു സീക്വൻസിനെ വീണ്ടും കൊണ്ടുവരിക, വീണ്ടും ആ കോംബോ കൊണ്ടുവരിക. എന്തായിരിക്കാം ജയിലർ 2ൽ ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് നന്ദമുരി ബാലകൃഷ്ണ ഈ സിനിമയിൽ ആദ്യം ഉണ്ടായിരുന്നെന്നും പിന്നീട് ഓപ്റ്റ് ഔട്ട് ആയി എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. അറിയില്ല, അതിനെപ്പറ്റി വലിയ ധാരണകളൊന്നുമില്ല. നിങ്ങളും അതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എന്താണ് ജയിലർ 2ൽ മാത്യുവിൻ്റെ റോള്? എന്തിനാണ് മാത്യു വരുന്നത്? വീണ്ടും ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനെ സഹായിക്കാൻ വേണ്ടി ഏതറ്റം വരെ മാത്യു എന്ന സുഹൃത്ത് പോകും തുടങ്ങി നിരവധി ചോദ്യങ്ങൾ, സംശയങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ദൃശ്യം 3യുടെ കണ്ടിന്യൂറ്റി പോലെ ജയിലർ 2ലേക്കും കാര്യങ്ങൾ മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതെന്നും വേണം തന്നെ പറയാം. അങ്ങനെ ഒരു രീതിയിലേക്ക് ഈ സിനിമ മാറുകയാണ്. ആ സിനിമയുടെ
സംസാരങ്ങളും പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഒരു കാര്യത്തിലേക്ക് എത്തുന്നത്. എന്താണ് ഈ സിനിമയിൽ വീണ്ടും അണിയറയിൽ ഒളിപ്പിച്ചു വെക്കുന്നത്? നെൽസൺ ദിലീപ് കുമാർ വീണ്ടും ജയിലർ ഉണ്ടാക്കിയ അതേ ഹിറ്റ് സ്ട്രീക്ക് ജയിലർ 2ലേക്ക് വരും. പ്രത്യേകിച്ച് ഒരു സിനിമയുടെ ഹിറ്റിൻ്റെ 2ാം ഭാഗം ഒരുക്കുക എന്ന് പറയുന്നത് ചെറിയ പരിപാടിയൊന്നുമല്ല. ആ പരിപാടി ക്ലിയർ ആയിട്ട് വർക്കായാൽ അത് വർക്കായി. അങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും ജയിലർ 2ന് വേണ്ടിയിട്ട്. ജയിലർ ഉണ്ടാക്കിയ അതേ ഓളം ജയിലർ 2നും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി.